മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. അവനിങ്ങർക്ക് ഇറങ്ങി വാടാ. ഇറങ്ങിങ്ങോട്ട് കൊണ്ടുവാ. സാറേ, ദൈവത്തിനോട് ഇരുന്ന് വാങ്ങിയ ഉണ്ണിയത്. എന്തിനാടാ നീ എന്നെ ഇങ്ങനെ തീ തീറ്റിക്കണത്? അച്ഛാ, ആരാന്റെ മുതൽ കൈവെക്കുന്നതിന് മുമ്പ് ഓർത്തോ നിന്റെ അമ്മയെ? തല തിരിഞ്ഞ സന്തതിയെ നേരെയാക്കാൻ വേണ്ടി സദാസമയം പ്രാർത്ഥിക്കുകയായിരുന്നു. ഓർത്തോ നീ നിന്റെ അമ്മയെ? എന്നെ കള്ളനാക്കണമെന്ന് അച്ഛൻ ഈ പോലീസുകാർക്കൊക്കെ നിർബന്ധമാണെങ്കിൽ ആക്കിക്കോ. പക്ഷെ ഞാൻ നല്ലവനൊന്നുമല്ല, മോഷ്ടിച്ചിട്ടൊന്നുമില്ല. കക്കാൻ അവസരം കിട്ടിയാ കക്കാൻ എനിക്ക് മടിയുമില്ല. പക്ഷെ അവസരം കിട്ടിയിട്ടില്ല, അതാ സത്യം. സാറേ, ഇവൻ കള്ളം പറയാ. ഇവൻ തന്നെയാ കട്ടത്. എങ്ങനെയെങ്കിലും ഇവന്റെ ആഭരണങ്ങൾ മേടിച്ച് ഈ പാവങ്ങൾക്ക് കൊടുക്കണം സാറേ. അയ്യോ വേണ്ട. സത്യം പറയടാ. നീ സത്യം പറയുന്നുണ്ടോ അതോ ഞാൻ പറയിപ്പിക്കണം? എനിക്കൊന്നും പറയാനില്ല. പറ്റുമെങ്കിൽ സാറങ്ങ് പറയിപ്പിച്ചോ. ഇങ്ങനെ ഒരു മോൻ എനിക്ക് വേണ്ട. നിന്നെ എനിക്ക് കാണണ്ട. പോടാ എവിടെയെങ്കിലും. എനിക്ക് ഇങ്ങനെ ഒരു സന്ദേഹം വേണ്ട. എന്താ സാറേ ഇത്? എന്താ തിരുമേനി ഇത്? മോശം. സാറേ സാറേ, ഇത് പവിത്രമായ ഒരു ക്ഷേത്രമുറ്റമാണ്. ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള ഒരു അക്രമങ്ങളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല. അത് പറയാൻ താനാരാ? ഞാനാരാന്ന് ചോദിച്ചാ, അയ്യോ, വർമ്മ അദ്ദേഹത്തെ അറിയില്ലയോ? പ്രതാപവർമ്മ അദ്ദേഹം. ഈ ക്ഷേത്രമേ ഇദ്ദേഹത്തിന്റെ തറവാട്ട് വകയാ. സത്യം പറയില്ലെന്ന് വാശി പിടിച്ചാൽ തല്ലി പറയിപ്പിക്കുള്ളൂ വഴി. ഈ സാറിന്റെ ഡ്യൂട്ടിയിൽ ഞാൻ ഇടപെടുന്നൊന്നുമില്ല. പക്ഷെ ഈ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് ഒരാളെ തല്ലുന്നത് കണ്ടപ്പോ മനസ്സിനൊരു വിഷമം തോന്നി, അതുകൊണ്ട് പറഞ്ഞു പോയെന്നേ. അതുകൊണ്ട് തല്ലണ്ട. തല്ലട്ടെ, തല്ലി കൊല്ലട്ടെ വർമ്മ സാറേ. ഒന്ന് അടങ്ങ് തിരുമേനി. അല്ല, ഉരുപ്പടികൾ മോഷ്ടിച്ചത് ഇവനാണെന്ന് തിരുമേനിക്ക് സംശയം മാത്രമല്ലേ ഉള്ളൂ? ഉരുപ്പടികൾ ഇവൻ മോഷ്ടിച്ചെടുക്കുന്ന തിരുമേനി നേരിട്ട് കണ്ടോ? അല്ല, കണ്ടോ? എനിക്കറിയില്ലേ എന്റെ സന്താനത്തിന്റെ സ്വഭാവം. തിരുമേനി സ്വന്തം മോനെ സംശയിക്കുന്ന പോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ തിരുമേനിയെ സംശയിച്ചുകൂടെ? അപ്പോ കള്ളൻ ഞാനാണെന്നാണ് വർമ്മ സാർ പറഞ്ഞു വരുന്നത്? തിരുമേനിയെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എനിക്ക് വേണമെങ്കിൽ സംശയിക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ല സാറ്, വേണമെങ്കിൽ എനിക്ക് ഇവരെ മുഴുവൻ സംശയിക്കാം. ഇവിടെയുള്ളവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംശയിക്കാം. എന്തിന്, ഈ ബാലനെ വരെ ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ സംശയിക്കാം. ഞാനല്ല സാറേ, സത്യമായിട്ട് ഞാനല്ല. സംശയിക്കാന്ന്. സാറേ, മോഷ്ടിച്ചത് തിരുമേനിയുടെ മോനാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ കണ്ടുപിടിക്കേണ്ട ചുമതല സാറിനാണ്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണം. സാറ്, ഈ ക്ഷേത്രവും കഴകപ്പുരയും എല്ലാം അരിച്ചു പെറുക്കി പരിശോധിക്കണം. പിന്നെ തൊണ്ടി മുതൽ ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരുടെയും താമസ സ്ഥലം സാറ് നേരിട്ട് പോയി പരിശോധിച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ. എല്ലായിടവും പരിശോധിക്കണം. ഒരു സ്ഥലവും വിട്ടുകളയരുത്. ചെല്ല്. നിങ്ങളും വയ്ക്കോ.
എന്തായി സാറേ? എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? ഇവിടെ ഒന്നുമില്ല. അയ്യടാ, ഇനിയിപ്പോ അല്ല, എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് അവിടെ കൂടെ ഒന്ന് നോക്കാം. അല്ല, എല്ലായിടത്തും തിരയണമല്ലോ. അതിനു മുമ്പ് നമ്മുടെ ക്ഷേത്രത്തിന്റെ കഴകപ്പുരയോട് ചേർന്നുള്ള ആ ചായ്പില്ലേ, ആ ചായ്പിലൊന്ന് പരിശോധിക്കണം സാറ്. എല്ലായിടും നോക്കണല്ലോ. കുന്തം പോയ എന്നാ പിന്നെ നമുക്ക് അവിടെ നോക്കാം. വരി സാറേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ചായ്പ് എന്ന് പറഞ്ഞത്. നമുക്ക് ഇവിടെ കൂടെ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. എവിടെ ഇരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ചീത്ത ബുദ്ധി തോന്നണത്. സാർ ഒന്ന് പോയി നോക്ക് പരിശോധിക്കും. എല്ലായിടത്തും പരിശോധിക്കണം കേട്ടോ. കിട്ടിയോ? ഇതാരുടെ? അതെന്റെയാ. ഞാൻ ഇവിടെയാ കിടക്കാറ്. ബാലാമണിയാ? സാറേ, ഇത് ബാലാമണി. ഞാൻ അറിയുന്ന കുട്ടിയാ, പാവം കുട്ടിയാ. ഇത് മറ്റുള്ളവരെ മുതലൊന്നും മോഷ്ടിക്കില്ല സാറേ. ഇവിടെ 41 ദിവസം കുളിച്ചു വീഴാൻ വേണ്ടി വന്നതാ. അത് മോളുടെ ബാഗാണല്ലേ? അതിലൊന്നും ഉണ്ടാവില്ല സാറേ. എന്നാലും മറ്റുള്ളവർക്ക് സംശയമൊന്നും വേണ്ടല്ലോ. സാർ ആ ബാഗ് ഒന്ന് എടുത്ത് പരിശോധിച്ചട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടിട്ട് സാർ പരിശോധിച്ചു. അല്ലേ തിരുമേനി? ആഭരണം എടുത്തത് എന്റെ മോൻ തന്നെയാ. എന്നാലും മറ്റുള്ളവരുടെ സംശയം മാറാൻ വേണ്ടി വേണമെങ്കിൽ ബാലാമണിയുടെ സഞ്ചി കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും സാറേ. വെറുതെ ഒന്ന് പരിശോധിച്ചോളൂ. ഉണ്ടാവില്ല, എന്നാലും ഒന്ന് പരിശോധിച്ചോളൂ. ശരിക്കും കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? അയ്യോ, അയ്യോ, ഓ, പ്രദീപ്, ആഭരണങ്ങൾ ബാലാമണിയുടെ സഞ്ചിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബാലാമണി ഇതാരുടെയാ? ഇതെങ്ങനെ എന്റെ സഞ്ചി വന്നത്? അത് തന്നെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇതെങ്ങനെ നിന്റെ സഞ്ചി വന്നു? എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല സാർ. ഞാനല്ല, സത്യമായിട്ടു. ഇതല്ലേ നിങ്ങളെ നഷ്ടപ്പെട്ട ഓർണമെന്റ്സ്? അതെ സാർ, ഇത് തന്നെയാ. ഇവിടെ ഇവളെ എന്തിനു വന്നാ നിങ്ങൾ പറഞ്ഞത്? സാറേ, ഇവള് ക്ഷേത്രത്തില് 41 ദിവസം കുളിച്ചു വീഴാനാണെന്നാ എന്നോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എനിക്ക് ഇവളെന്ന് അറിയില്ല. ഇവിടെ ഉദ്ദേശം ഒന്നുമില്ല, മോഷണമാണ്. അല്ല, യമുനേച്ചിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചെന്ന്? തിരുമേനിക്കറിയില്ലേ ഞാൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന്? ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് തിരുമേനി എങ്കിലും ഇവരോടൊന്ന് പറ തിരുമേനി. ഒന്ന് പറ തിരുമേനി. ബാലാമണി അങ്ങനൊന്നും ചെയ്യുന്ന കുട്ടിയല്ല സാറേ. പിന്നെ ഇതെങ്ങനെ ഇവിടെ സഞ്ചിയിൽ വന്നു? അതെനിക്കറിയില്ല. അയ്യോ, അറിയില്ല.
ഓ അതറിയില്ലല്ലേ? പക്ഷെ ഇവൻ മോഷ്ടിക്കില്ലെന്ന് തിരുമേനിക്കറിയാം. തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടും തിരുമേനിയുടെ കണ്ണിൽ ഇവൾ നിരപരാധി. ഒരു തെളിവും ഇല്ലെങ്കിലും സ്വന്തം മകൻ കുറ്റക്കാരൻ അല്ലേ? ഇവളെ പിടിച്ച് വണ്ടിയെ കയറ്റ. അല്ലാതെ അയ്യോ ചേച്ചി, തിരുമേനി അദ്ദേഹം ഒന്ന് പറ. ഞാനല്ല സാറേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സത്യമായിട്ടും കരച്ചിൽ നിർത്തി. അല്ല ചെയ്തത്. പിടിച്ച് വണ്ടിയെ കയറ്റ. സാറേ സാറേ, യമുനേച്ചി ഒന്ന് പറ സാർ. പുറത്തേക്ക് ഇറങ്ങണ. പിടിച്ചെറുക്ക്. മാറാ അങ്ങോട്ട്. അവളിങ്ങനെ കയറ്റ്. എന്നെ കൊണ്ടുപോകരുതെന്ന് പറ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല യമുനേച്ചി. വേഗം കയറ്റ്. ഞാനല്ല യമുനേച്ചി. യമുനേച്ചി ഞാനല്ല. ഒന്ന് പറ ചേച്ചി. മര്യാദക്ക് നടന്നില്ലല്ലോ. ഇതൊന്നും അല്ല നിനക്ക് കിട്ടാൻ പോകുന്നത്. FIR അയക്കുന്നുണ്ട്. ഞാൻ വന്ന് കണ്ടോളാം. ഓക്കെ. ആ നടന്ന കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് പറഞ്ഞു. എത്ര മണിക്കാ മോഷണം നടത്തിയത്? എങ്ങനെയാ മോഷണം നടത്തിയത്? ഇതിനു മുമ്പ് ആഭരണങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഇതിനു മുമ്പ് വേറെ എവിടെന്നെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? ഒന്നും വിട്ടുപോകാതെ ഒന്ന് ഓർത്തു പറഞ്ഞ്. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റായിട്ടുള്ളത് ചെയ്താ പാപം കിട്ടില്ലേ? ഇതുവരെ ഞാൻ ഒരു സാധനം മോഷ്ടിച്ചിട്ടില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നേ? മര്യാദക്ക് ചോദിച്ചാ നീ പറയില്ലല്ലേടി. ശരി സർ, കുടുംബത്തിലെ ബുദ്ധിമുട്ട് കാരണം നീ ചെയ്തു പോയതാണെന്നറിയാം. നീ കുട്ടിയല്ലേ, അതുകൊണ്ട് നിന്നെ ജയിലിലേക്കൊന്നും അയക്കില്ല. നിന്നെ ജുവനൈൽ ഹോമിലേക്ക് അയക്കും. അവിടെ നല്ല സുഖമായിരിക്കും. നിന്റെ പ്രായത്തിലുള്ള കുറെ കൂട്ടുകാരെ നിനക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ആഭരണങ്ങൾ എങ്ങനെ നിന്റെ സഞ്ചിയിൽ വന്നത്? ഇല്ല, അതെനിക്കറിയില്ല സർ. എന്ത് ചോദിച്ചാലും അറിയില്ല അറിയില്ല അറിയില്ല. പഠിച്ചു വെച്ചിരിക്കുക കള്ളി. ഇതൊരു നടക്കി പോകും തോന്നില്ല. ഇവിടെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. പാടി ഇവിടെ. സാർ ഞാനല്ല. ഒന്ന് പറ സാർ. സാർ സാർ ഞാനല്ല. ഞാനല്ല മോഷ്ടിച്ചത്. സാർ ഞാനല്ല. അങ്ങനെ ബാലാമണിയുടെ അഹങ്കാരം അവസാനിപ്പിച്ചല്ലോ. ഇനി ഞാൻ മുത്തശ്ശനോട് ഒരിക്കലും പിണങ്ങില്ല.
അവൾക്കൊരു വിശ്വാസമുണ്ട് കൃഷ്ണൻ അവളുടെ കൂടെ ഉണ്ടെന്ന്. മാല ചാർത്താനായി വിഗ്രഹം ചരിച്ചു കൊടുത്തത് കൃഷ്ണൻ. കർപ്പൂരം കത്തിച്ച് കയ്യില് വെച്ചു കൊടുത്തപ്പോ കൊള്ളാതെ രക്ഷിച്ചത് കൃഷ്ണൻ. 101 കുടം വെള്ളം കോരാൻ സഹായിച്ചത് കൃഷ്ണൻ. പിന്നെ അവള് വിളിക്കുമ്പോ ഓടിച്ചെല്ലാൻ ഭഗവാൻ അവളുടെ പണിക്കാരനല്ലേ? ഇപ്പൊ അവളുടെ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടാവും അല്ലേ മുത്തശ്ശ? ചോദിക്കാനുണ്ടോ? അവളെ രക്ഷിക്കാൻ ഭഗവാൻ ജയിലിൽ ചെല്ലുമെന്നും വിശ്വസിച്ചിരിക്കുകയായിരിക്കും. പാവം. എവിടെ? ജയിലിലേക്കോ? ജയിലിലേക്കല്ല, ഈ കുട്ടി കുറ്റവാളികളെ അയക്കുന്നത് ദുർഗുണ പരിഹാര പാഠശാലയിലേക്കാ. ദുർഗുണ പരിഹാര പാഠശാല എന്ന് പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ എല്ലാ ദുർഗുണങ്ങളും പഠിപ്പിച്ചിട്ടാ അവിടെ നിന്നത്. ജയിലൊക്കെ അതിനേക്കാൾ എത്രയോ ഭേദാ. അത് ശരിയാ, ഞാനും കേട്ടിട്ടുണ്ട്. മുതിർന്ന കുറ്റവാളികളെക്കാൾ ഭീകരരാ അതിനകത്തുള്ള ചെറിയ കുറ്റവാളികൾ. ആയസിന് ബലം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ബാലാമണി അതിനകത്തുനിന്ന് പുറത്തേക്ക് വരുവുള്ളൂ. വന്നു അവൾ അതിനകത്ത് കിടന്ന് ചത്തുപോകുന്നു വേണ്ട, ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങണം. അതിനുശേഷം എനിക്ക് അവളൊന്ന് നേരിട്ട് കാണണം. എന്നോട് മത്സരിച്ചതിന് ശിക്ഷ കിട്ടിയില്ലേടിന്ന് എനിക്ക് അവളുടെ മുഖത്ത് നോക്കി ചോദിക്കണം. അത് വേണം. അതിനിപ്പോ അവളെ ഇറങ്ങി വരുന്നവരെ മോള് കാത്തിരിക്കുന്നു വേണ്ട. മുത്തച്ഛൻ മോളെ ജുവനൈൽ ഹോമിൽ കൊണ്ടുപോയി കാണിച്ചു തരില്ലേ? അതൊന്നും വേണ്ട. മുത്തശ്ശന്റെയും കൊച്ചുമോടെ ആഗ്രഹം നടന്നല്ലോ. നിങ്ങളുടെ ശത്രുവിനെ കൊണ്ടുള്ള ശല്യം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചല്ലോ. ദേ, ഇനി അവളുടെ പുറകെ ഒന്നും പോകണ്ട. ഇല്ല, ഞാനിനി ഒന്നിനും പോകുന്നില്ല. വരെ നിർത്തി. ചേച്ചി, ഫ്രിഡ്ജിനകത്ത് ഐസിരിപ്പുണ്ടോ നോക്കട്ടെ. ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. അതാരാ? ഞാൻ പോയി നോക്കി. ആരാത്? അതെ, വർമ്മ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആരാ? ഓ, നീയായിരുന്നു. എന്താ വേണ്ട? അല്ല, പണ്ട് ഈ നാട് ഭരിച്ച തമ്പ്രാക്കന്മാരുടെ ഇളമുറ തമ്പ്രാനല്ലേ? അടിയനെ ചെറിയൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ടായിരുന്നു. സങ്കടം? രാവിലെ തന്നെ മൂക്കറ്റം വലിച്ചേറ്റി വന്നിരിക്കുക. അതെ, സങ്കടം ബോധിപ്പിക്കേണ്ടത് ഇവിടെ അല്ല. അതിനാണ് ഇവിടെ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ. അവിടെ ചെന്ന് ബോധിപ്പിക്കും. പക്ഷേ എനിക്ക് എന്റെ സങ്കടം ഇവിടെ തന്നെ ബോധിപ്പിക്കണം. പോലീസുകാരെന്നെ കൈവച്ചില്ല. പക്ഷെ പോലീസ് വണ്ടി ഇറങ്ങിയതും എന്റെ അച്ഛൻ ഈ കവളത്തിട്ടൊന്ന് പൊട്ടിച്ചു. കണ്ണീന്ന് പോയതേ ഒരു പൊന്നീച്ചയല്ല, കൂട് തുറന്നു വിട്ട പോലെ ഡസൻ കണക്കിന്. ശരിക്ക് കിട്ടി. തീർത്ഥം കൊടുക്കുന്ന കൈക്ക് ഇത്രയും ശക്തി ഉണ്ടെന്നേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെ, അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങ് സ്വന്തം കുടുംബത്തിൽ വെച്ച് തീർത്തോളണം. ഇതിലിടപെടാൻ എനിക്ക് താല്പര്യമില്ല, ഒട്ടും മനസ്സുമില്ല. അയ്യോ വേണ്ടായേ, അച്ഛന് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ നേരിട്ട് കൊടുത്തോളാം. വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങിക്കാനാണ് ഞാൻ ഇപ്പൊ വന്നത്. വർമ്മദേഹം ഇനി ഇവന്റെ കർണത്തിൽ പൊട്ടിക്കണമെന്നാ പറയുന്നേ. എന്നെ തൊട്ടാലേ നീ വിവരം അറിയും. വേണ്ട, അത് വേണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടത്? തൽക്കാലത്തേക്ക് ഒരു 10,000. 10,000? 10,000. 10,000. 10,000 രൂപ ഇങ്ങ് എടുത്തോണ്ടോ ബ്രോ? ആണ്, എടുത്തോണ്ടോ. 10,000 രൂപയോ? കൂടി പോയി. 10,000? എന്താടാ, നിന്റെ അച്ഛൻ നിന്നെ തല്ലിയതിനുള്ള നഷ്ടപരിഹാരം ഞാൻ തരണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വർമ്മ സാറേ, അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ ഞാൻ നേരിട്ട് വാങ്ങിച്ചോളാം. ഞാനിപ്പോ വർമ്മ സാറിനോട് ചോദിക്കുന്നത് ദാദാ ദേ ഇപ്പൊ കാണിച്ചു തരാം. എനിക്കതിന് സമാധാനപ്പെടുക. കണ്ടാ